അജാനൂർ അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സമാരംഭമായി. ഇതിന്റെ ഭാഗമായി സംക്രമദിനത്തിൽ ധനസമാഹരണത്തിന് തുടക്കം കുറിച്ച് പ്രചരണ ബ്രോഷർ പുറത്തിറക്കി. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ചിരപുരാതനവും പൈതൃക സമ്പന്നവുമായ അടിയാർക്കാവിൽ ആരൂഢമൂർത്തിയായ കരിഞ്ചാമുണ്ടിയമ്മയുടെയും കൂടെ കുടികൊള്ളുന്ന 18 ഉപദേവീദേവന്മാരുടെയും സാന്നിധ്യ സ്ഥലമായ തറകളാണ് ജനകീയ കൂട്ടായ്മയിൽ പുനരുദ്ധരിക്കുന്നത്. ജീർണാവസ്ഥയിലുള്ള ദേവസ്ഥാനത്തിന്റെ നവീകരണം നാടിന്റെ ഐശ്വര്യത്തിനും ആപത്തുകൾ ഒഴിവാക്കാനും അനിവാര്യമാണെന്ന വിശ്വാസത്തിലും വിധിയെഴുത്തിലുമാണ് ഈ തീരുമാനം. ഇതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടാണ് വൃശ്ചിക സംക്രമദിനമായ ശനിയാഴ്ച ധനസമാഹരണത്തിന് നാന്ദി കുറിച്ചതും പ്രചരണ ഭാഗമായി തയ്യാറാക്കിയ ബ്രോഷർ പുറത്തിറക്കിയതും. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം മുഖ്യസ്ഥാനികൻ കുമാരൻ കോമരം പ്രമുഖ വ്യവസായി MC മുരളിയിൽ നിന്നും ആദ്യ സംഭാവന ഏറ്റുവാങ്ങി. പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ ബ്രോഷർ പ്രകാശനം ചെയ്തു. മൈഥിലി, പാർവണ, ക്ഷീരജ എന്നിവർ ചേർന്ന് ആലപിച്ച പ്രാർത്ഥനാഗീതത്തോടെയാണ് അനുബന്ധ യോഗം ആരംഭിച്ചത്. കുമാരൻ കോമരം ഭദ്രദീപം കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ചടങ്ങില് ആദ്യ ഫണ്ട് നമുക്ക് നൽകുന്നത് എന്നും ഈ കാവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും മനസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ശ്രീ MC മുരളീധരൻ, കാഞ്ഞങ്ങാട്ടെ ഗിരിജാ സ്ഥാപനങ്ങളുടെ അതുപോലെ മറ്റു സ്ഥാപനങ്ങളുടെ ഉടമയാണ്. അദ്ദേഹം മാത്രമല്ല, ഇതിന്റെ ആദ്യകാല പ്രവർത്തനം മുതൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ മനസ്സ് എന്നും കാവിലായിരുന്നു. അവരുടെ കുടുംബത്തിന്റെ എല്ലാവരുടെയും മനസ്സിലായിരുന്നു. ഇതിനു മുമ്പുള്ള പ്രവർത്തനങ്ങൾക്ക് ലക്ഷങ്ങളാണ് നമുക്ക് ഈ കാവിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കാലത്ത് കളിയാട്ടം നടക്കുന്ന സ്ഥലത്ത് എത്ര ലക്ഷം രൂപ കൊടുക്കുന്നു ഞാനത് വെറുതെ അദ്ദേഹത്തിന് എത്തിയോട് ഞാൻ പറയുന്നില്ല. ചടങ്ങിൽ ചെയർമാൻ VV ലക്ഷ്മണൻ അധ്യക്ഷനായി. A ദാമോദരൻ, ഗണപതി ഭട്ട്, നാരായണൻ മൂലക്കണ്ടം, ഗീത ബാബുരാജ് എന്നിവർ ആശംസകൾ നേർന്നു. രമേശൻ പുതിയകണ്ഠം സ്വാഗതവും പ്രചരണ സമിതി കൺവീനർ ഭരതൻ കണ്ടത്തിൽ നന്ദിയും പറഞ്ഞു. സംക്രമ ദിവസമായതിനാൽ വിശേഷാൽ പൂജകളും നടന്നു. വന്നെത്തിയ വിശ്വാസികൾക്കെല്ലാം അന്നദാനവും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.